ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തി നിങ്ങളെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് മാജിക് കൂടോത്രം അങ്ങനെ എന്തെങ്കിലും സ്പെല്ലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് 7 ഓഫ് വോൺസ് ആണ്, സെക്കൻഡ് പൈൽ ജസ്റ്റിസ് റിവേഴ്സ്ഡ് ആൻഡ് തേർഡ് ഡെത്ത് റിവേഴ്സ്ഡ്. ഇത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് പിക്ക് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പൈൽ 1 പോകാം. പൈൽ 1 ഫസ്റ്റ് കാർഡ് തന്നെ 7 ഓഫ് വോൺസ് ആണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ വ്യക്തി. നിങ്ങൾ ആലോചിച്ച ആ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ നിങ്ങൾ പുറമേ കാണിക്കുന്ന ഒരാളായിരിക്കത്തില്ല, അവരുടെ ഉള്ളിൽ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ പൈലിലെ കാർഡ്സ് എടുക്കാം. ദ വേൾഡ്, നൈറ്റ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് വോൺസ് റിവേഴ്സ്ഡ്. സോ നിങ്ങൾ ഈ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ബ്ലാക്ക് മാജിക് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇവിടെ കാണുന്നത് ചെയ്തിട്ടുണ്ടെന്നാണ്. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് കാരണമാണല്ലോ നിങ്ങൾ ഇവിടെ വന്നത്. എന്തോ നിങ്ങൾക്ക് കുഴപ്പമുണ്ട്, ആരും എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അത് ശരിക്കും സത്യമാണ്. അത് നിങ്ങളുടെ ഹെൽത്തിനെ എല്ലാം ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, ഇവിടെ ഒരു ഏജിങ് ആണ് കാണിക്കുന്നത്, പ്രായമാവുന്നത് കാണിക്കുന്നത്. പ്രായമാവുന്ന വെച്ചാൽ നിങ്ങൾക്ക് പ്രായമാവുന്നതല്ല, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഒരുപാട് നാളായിട്ട് ഇതുപോലെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ വിശ്വസിച്ചു, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, സ്പിരിച്വാലിറ്റി കൂട്ടുക, പ്രാർത്ഥിക്കുക, കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇൻഡൽജ് ചെയ്യുക. നിങ്ങളെ യൂണിവേഴ്സ് രക്ഷിക്കും, സ്പിരിറ്റ്സ് രക്ഷിക്കുമെന്ന് വിചാരിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അതല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊരു സൊല്യൂഷൻ കാണുന്നില്ല. എന്തായാലും നിങ്ങൾ ആലോചിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇവർ എന്തിനത് ചെയ്തു. ഓക്കെ, സോ ദ ലവേഴ്സ് റിവേഴ്സ്ഡ്, ഏസ് ഓഫ് വോൺസ്, 3 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആൻഡ് 9 ഓഫ് വോൺസ് റിവേഴ്സ്ഡ്. സോ ഇവിടെ കാണുന്നത് ഈ വ്യക്തി എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു നെഗറ്റീവ് രീതിയിലല്ല ഇയാളിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ നല്ലൊരു ഇൻറ്റൻഷനാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്റൻഷനാണ്. നിങ്ങളെ കേഴ്സ് ചെയ്തിട്ടില്ല അവർ. ഓക്കെ, സോ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുമായിട്ടൊരു പുതിയ സ്റ്റാർട്ട്, ഇതൊരു ഫ്രണ്ട് ആവാം, റിലേഷൻ ആകാം, എന്തോ ആയിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളായിട്ട് പുതിയതായിട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി റിലേഷൻ ആവാം, നിങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നേക്കാം. പക്ഷേ എന്തോ കാര്യം കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ അവർക്ക് ഇപ്പം നിങ്ങളെ അടുത്ത് വരണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ തിരിച്ച് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവർ നോക്കിയിട്ട് അവർക്ക് ഈസി ആയിട്ട് തോന്നിയത് നിങ്ങളെ അവരിൽ നിന്ന് അകറ്റുക. ഓക്കെ, സോ അകറ്റാൻ വേണ്ടിയുള്ള എന്തോ ഒരു കൂടോത്രം ചെയ്ത പോലെയാണ് ഇവിടെ കാണുന്നത്. എന്തോ ഒരു സ്പെല്ലോ ആരോ പറഞ്ഞു തന്നത് എന്തോ ചെയ്തിട്ടാണ് കാണുന്നത്. അല്ലാതെ നിങ്ങൾ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവിൽ അഫക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് തകർക്കാനോ ഒന്നും അല്ല ഇത് അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ കാണുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആരോ ഇവരെ കൊണ്ടിത് ചെയ്തേക്കുന്നതാണ്, ഒരു തേർഡ് പാർട്ടി ഇവരെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് നിങ്ങളോടൊരു ഗുഡ് ഇൻറ്റൻഷനാണ്, നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ അവർക്ക് ഇതാണ് ഏറ്റവും നല്ല വഴി, എന്തായാലും നിങ്ങൾ പോകില്ല അവരെ വിട്ട് എന്ന് അവർക്കറിയാം. അപ്പം എന്തെങ്കിലും ഒരു സ്പെല്ലോ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കോ ചെയ്ത് നിങ്ങളെ അവരുടെ അടുത്തുനിന്ന് മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാർഡും കൂടെ എടുക്കാം. സോ ഇവിടെ കാണുന്ന 3 ഓഫ് സോർഡ്സ് ആണ്. സോ ഇപ്പം അവരൊരു ഡിസിഷൻ എടുത്തു. അവർ ആരോ പറഞ്ഞതായിട്ടാണ് കാണുന്നത്. അവരെന്തോ സ്പെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഇതാണ് റൈറ്റ് ഡിസിഷൻ, ഒരു കൂടോത്രം ചെയ്യാം എന്നവർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവരത് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ലൈക്ക് വിഷമിക്കുന്നതെന്ന് വെച്ചാൽ അവർ കൺഫ്യൂഷനിലാണ്. അവരെടുത്ത ഡിസിഷൻ കറക്റ്റാണോ, അവർ ചെയ്തത് ശരിയാണോ, അത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആരുടെയോ ഒരാളുടെ വാക്ക് കേട്ട് നിങ്ങൾക്കെതിരെ ഒരു സ്പെല്ല് ചെയ്തത് അത് കറക്റ്റാണോ അല്ലയോ എന്ന് അവരതിനെക്കുറിച്ച് ഓർത്ത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. സോ ഇതൊക്കെയാണ് പൈൽ 1 എടുത്തവരുടെ ഒരു റീഡിങ്. സോ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അവർ നിങ്ങളെ ഇവന്തോ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിപ്പോകണം, നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. അവരുടെ റിലേഷൻ ആവണമെന്നുണ്ട്. അവർക്ക് എന്തോ നിങ്ങൾ തമ്മിൽ നടന്ന ഒരു കാര്യം ബ്രേക്കപ്പ് ആയത് അവർക്ക് എങ്ങനെ അത് ഫിക്സ് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഇമ്മച്യൂരിറ്റിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് അവരെന്തോ ഒരു കൂടോത്രം ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്ന പേഴ്സൺ ഇതാണ് ഇവിടെ കാണുന്നത്. അവർ ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് അവരിപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ കൺഫ്യൂസ്ഡ് ആണ്. സോ പൈൽ 1
നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും റെസണേറ്റ് ചെയ്യുവാണെങ്കിൽ ഷുവർ ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പൈൽ 2ലേക്ക് പോകാം. ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി കാർഡ്സും കൂടി നമുക്ക് എടുത്തു നോക്കാം. 2 of Cups reversed and the Moon. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിങ്ങൾ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തോ ഫ്രണ്ട്ഷിപ്പോ ലവേഴ്സോ ആയിരുന്നു. പക്ഷെ നിങ്ങളത് ബ്രേക്കപ്പായി ഓൾമോസ്റ്റ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇനിയും ഈ ഒരു കാര്യം നിങ്ങളുടെ സിറ്റുവേഷൻ അവരുടെ കയ്യിലെടുത്ത് അവർ പറയുന്ന പോലെ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ബോൾ ഇപ്പം നിങ്ങളുടെ കോർട്ടിലായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി. ഇവന്തോ അവർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പം നിങ്ങൾ എന്തോ ഫൈറ്റ് നടത്തിയിട്ടായിരിക്കും അത് ബ്രേക്കപ്പ് ആയത്. പക്ഷെ നിങ്ങളുടെ എന്തുവാണെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. സോ ബോൾ നിങ്ങളുടെ കോർട്ടിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിലെടുത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ആൻഡ് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഇയാൾ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ അവർ പ്ലാൻ ഇടുവാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു സ്പെല്ലോ എന്തെങ്കിലും ഒരു കേഴ്സ് എന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല, നമുക്ക് നോക്കാം. സ്പെല്ല് എന്തോ നിങ്ങൾക്കെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തോ സ്പെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് എന്തോ അത്രയ്ക്ക് എന്തോ നെഗറ്റീവ് നിങ്ങളുടെ ആ ഒരു ഫൈറ്റ് അവരെ നല്ലപോലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇപ്പം അവർക്ക് അത്രയ്ക്ക് ഒരു ഇഷ്ടമൊന്നും ഇവിടെ കാണുന്നില്ല, വെറുപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുവാണെങ്കിൽ Queen of Swords reversed and 9 of Cups. അപ്പം ഇവർക്ക് നിങ്ങളോടൊരു ബാഡ് ഇൻറ്റൻഷനാണ് കാണുന്നത്. ഓക്കെ, അത് കൺഫേംഡ് ആണ്. ഓക്കെ, അവരിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പക്ഷേ ഇവരെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ഇവരായിട്ട് എന്തെങ്കിലും ഇവരെ പറഞ്ഞിട്ട് നിങ്ങളെ ഇവർ കൺവിൻസ് ചെയ്ത് നമുക്ക് റിലേഷൻ ആകാം അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളാകുവാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കാണുന്നതെന്ന് വെച്ചാൽ അവർക്ക് ബാഡ് ഇൻറ്റൻഷനാണ്, ഗുഡ് ഇൻറ്റൻഷനിലോടല്ല വരുന്നത് അവർ. അപ്പം അങ്ങനെ വീണ്ടും നിങ്ങൾ കോൺഫ്ലിക്റ്റിലോട്ട് പോയി വീണ്ടും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അവർ ഉറപ്പായിട്ടും വീണ്ടും ഈ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കൂടോത്രം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പം അവരൊന്നും ചെയ്തിട്ടില്ല, അവർ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ കാർഡ്സ് നമുക്ക് എടുക്കാം. സോ 5 of Swords, 9 of Pentacles reversed, 6 of Wands reversed. ഓക്കെ, സോ ഇവിടെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു ബാഡ് ആണോ എന്ന് ചോദിച്ചാൽ ബാഡ് അല്ലെന്നും പറയും, ഗുഡ് ആണോ എന്ന് ചോദിച്ചാൽ ഗുഡ് അല്ലെന്നും പറയും. അതുപോലത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഇത് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളോട് നല്ലപോലെ കമ്മിറ്റഡ് ആയി നിങ്ങളോട് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് നിങ്ങൾ ഒരു പോസിറ്റീവ് രീതിയിൽ പോകണമെന്നായിരുന്നു അയാൾക്ക് താല്പര്യം. ഓക്കെ, പോസിറ്റീവ് രീതിയിൽ പോകണമെന്നായിരുന്നു താല്പര്യം. സോ നിങ്ങൾ എന്താ പറയുക ഇവന്തോ അവരുടെ ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അവരെ പറ്റി നെഗറ്റീവ് ഫീലിംഗ് വന്നു തുടങ്ങി. അതാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ബ്രേക്കപ്പിനുള്ള കാരണം. പക്ഷെ അവർക്ക് വേണ്ടത് ഇവന്തോ അവരുടെ കാര്യങ്ങൾ നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു രഹസ്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടതായിട്ടാണ് കാണുന്നത്. അതോ നിങ്ങൾ എന്തോ ഇയാൾ ഭയങ്കര നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് കൂടി നടന്നപ്പം എന്തോ ചില കാര്യങ്ങൾ നിങ്ങളെ റിലേഷൻഷിപ്പിൽ അഫക്റ്റ് ചെയ്യില്ല, പക്ഷെ അവർ ക്യാരക്ടറിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ എന്താ പറയുക നിങ്ങൾ അവരെ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല, അതിനുള്ള സ്പെല്ല് അതിനുള്ള ഒരു കൂടോത്രം ചെയ്യാനായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും അവരെ നല്ല രീതിയിൽ അവർ നല്ല വ്യക്തിയാണ് എന്ന് കാണണം. അവരുടെ എത്ര കുറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ എത്ര സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ നല്ല വ്യക്തിയായിട്ട് കാണണം എന്നുള്ള ഒരു സൈക്കോപാത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് ഈ വ്യക്തിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ കൂടോത്രം ചെയ്യാൻ ഒരുങ്ങുന്ന രീതി ആണെങ്കിലും അതത് നെഗറ്റീവാണോ പോസിറ്റീവ് അവർക്ക് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടും നിങ്ങൾക്കത് നോക്കുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്ത് അവർ നല്ല വ്യക്തിയാണെന്ന് പറയിപ്പിക്കുന്നതാണെങ്കിൽ അപ്പം നിങ്ങൾക്കതൊരു നെഗറ്റീവ് സ്പെല്ല് പോലെയും അവർക്കത് നോക്കുമ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, ഞാനത് പോസിറ്റീവായിട്ടാണ് മറ്റൊരു വ്യക്തിക്ക് സ്പെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്നത് എന്നായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലോട്ടാണ് ഈ ഒരു പൈൽ 2 പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കാർഡ്സ് 2 of Pentacles ആൻഡ് King of Cups. സോ ഇവിടുന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്ന് വെച്ചാൽ ഇതൊരു നല്ല വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല.
ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഇയാൾ നല്ല ഒരു അങ്ങനത്തെ ചിന്തിക്കണം, അല്ലാതൊരു നല്ലൊരു റിലേഷനിലോട്ട് പോകണം ആ ഒരു രീതിയല്ല. സാധാരണ വ്യക്തികൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇവർ ചിന്തിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ അവർക്ക് മടുത്തു. അവർ ഇങ്ങനെ അവരുടെ വ്യക്തിത്വം ഒരു ബാഡ് ആണെങ്കിലും അവർ ഇങ്ങനെ ഞാൻ നല്ലവനാണ് നല്ലവളാണ് എന്ന് കാണിക്കുന്ന ഒരു രീതി അവർക്കത് എപ്പോഴും ഉള്ളതാണ്. അത് അവർക്കങ്ങ് മടുത്തിട്ട് അവർ വിചാരിക്കുന്നത് ഞാൻ ഈ റിലേഷൻ എൻ്റെ കയ്യിൽ എടുത്തിട്ട് ഞാൻ ഇയാളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാം, അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ. ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ നല്ല വ്യക്തിയാണെന്ന് കണ്ട് അവർക്ക് തോന്നട്ടെ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമാണോ ലൈക്കാണോ അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ എന്തൊക്കെയോ നിങ്ങളിൽ അവർ അട്രാക്റ്റഡ് ആണ്. ചില കാര്യങ്ങൾ, ചില ക്യാരക്ടർ വൈസ്, ചില അവരുടെ ലൈഫ് സ്റ്റോറീസ് എല്ലാം നിങ്ങളുമായിട്ട് എന്തോ ഒരു സാമ്യം അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, അങ്ങനെ ഒരു അടുപ്പം നിങ്ങളോട് തോന്നുന്നുണ്ട്, ഒരു അട്രാക്ഷൻ. അത് ലൈക്കോ ലവോ ആവണം എന്നില്ല. ഓക്കെ, നമുക്ക് ലാസ്റ്റായിട്ടൊരു കാർഡ് എടുക്കാം. ഇത് 8 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. സോ ഇതിനകത്തിലും ഇത് തന്നെയാണ്, ഒരു സമപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാർഡ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർ ചെയ്യുന്ന കാര്യം നെഗറ്റീവായിട്ട് തോന്നുന്നില്ല, അവർക്ക് ഇതൊരു പോസിറ്റീവ് കണക്ഷനായിട്ട് മാറ്റണം എന്നുണ്ട്. ഓക്കെ, സോ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫൈൽ 2 അവരൊരു ബ്ലാക്ക് മാജിക്കും നിങ്ങൾക്കെതിരെ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു നിങ്ങളാണിപ്പോൾ ഇത് വേണ്ട എന്നോ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ബ്ലാക്ക് മാജിക് ചെയ്യും എന്നായിട്ടാണ് കാണുന്നത്. സോ ഈ കോൺഫ്ലിക്റ്റ് നിർത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് എൻഡ് ചെയ്യണമെങ്കിൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് അത് നിങ്ങളുടെ വിഷയമാണ്. ലൈക്ക് ഒരു സപ്പോസ് ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ അത് റിലേഷൻഷിപ്പായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാതെ ജസ്റ്റ് ഒരു ഫ്രണ്ട്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആയിരിക്കും നല്ലത്. അല്ലാതെ നോക്കുവാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു സൈക്കോപാത്ത് പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ പല മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനും കൂടോത്രം ചെയ്യാനും ഒക്കെ ഇവർക്കൊരു മടിയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ താങ്ക് യു. ഇതെന്തെങ്കിലും റെസൊനേറ്റ് ചെയ്യുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പൈൽ 3 ഡെത്ത് കാർഡ് റിവേഴ്സ് എടുത്തവർ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. 8 of Swords ആൻഡ് കിങ് ഓഫ് സോർട്സ്. ഓക്കെ, സോ ഇവിടെ കാണുന്നത് നിങ്ങൾക്കെതിരെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർ ചെയ്തിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ത്രെറ്റും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ലൈക്ക് നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്തിരിക്കും എന്നൊന്നും അവർ നിങ്ങൾക്കൊരു ക്ലൂ ഒന്നും തന്നിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങളെ എന്തൊക്കെയോ സ്പിരിറ്റ് ആൻഡ് ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഹൈലി റിലീജിയസ് ആളായിട്ടാണ് കാണുന്നത്. സോ നിങ്ങളെ ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ കാർഡ്സ് എടുക്കാം. 10 of Pentacles, The Magician reversed, 7 of Swords, The Empress. സോ ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി ഇത് ചെയ്യാൻ പോയതാണ്. എന്തുകൊണ്ട് ഇവർ ചെയ്തില്ലെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ എന്തോ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഈ ഒരു വ്യക്തി, നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി, മനസ്സിലാലോചിച്ച ഈ ഒരു വ്യക്തി അതൊരു കുറച്ചും കൂടി ഒരു ഗേൾ മൈൻഡ് പോലെ. എന്ന് വെച്ചാൽ പെൺകുട്ടികൾ പൊതുവേ സെൻസിറ്റീവാണ്, ഇമോഷണലാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ പേരിൽ എടുത്തൊരു തീരുമാനം. ഇവന്തോ നിങ്ങൾ ചിന്തിച്ച ആളൊരു ആൺകുട്ടിയാണെങ്കിലും നമ്മൾ സാധാരണ ആൺകുട്ടികൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ചിന്തിക്കുന്നത് ജെൻഡർ വൈസ് നോക്കണ്ട, വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കുഞ്ഞ് കോൺഫ്ലിക്റ്റോ വളരെ ചെറുത് അല്ല വലുതായിട്ടൊന്നും എനിക്കിവിടെ കാണുന്നില്ല. അങ്ങനെ ഉണ്ടായപ്പം അവർക്ക് പിന്നെ തോന്നിയത് ഞാൻ ഇനി ഒരു ബ്ലാക്ക് മാജിക് ചെയ്യാം, നിങ്ങൾക്ക് അഗേൻസ്റ്റ് ചെയ്യാം, ദേഷ്യത്തിന് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടി എന്തോ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന രീതി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്തോ ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ അവരോട് സോറി എന്നൊരു വലുതായിട്ട് നല്ലൊരു അപ്പോളജി പറഞ്ഞതോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തെന്തോ കാര്യം കൊണ്ട് അവരെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അവർക്ക് മനസ്സിലായി ഇതല്ല കറക്റ്റ് വേ, ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കാണിക്കേണ്ട ഒരു കറക്റ്റ് വേ ഇതല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ കൂടുതൽ കമ്പാഷനേറ്റും എംപത്തറ്റിക്കുമായി, അതുകൊണ്ടാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ. എന്തായാലും ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് എടുക്കുവാണെങ്കിൽ പേജ് ഓഫ് കപ്പ് ആൻഡ് 10 of Cups reversed. സോ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വ്യക്തി ചിലപ്പം ഈ വ്യക്തി നല്ലപോലെ ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അവരോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അവരോടൊരു ബാഡ് ഇൻറ്റൻഷൻ പോലും ഇല്ലായിരുന്നു. നിങ്ങൾ അവരെ പറ്റി മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ പോലും എന്തോ നല്ലതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ മൈൻഡിനെ, നിങ്ങളോടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്, ഒന്നെങ്കിൽ അവർക്ക് നിങ്ങളോട് ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിയല്ല, നിങ്ങൾ അവരെ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു കാണും അവർക്ക്. അതെല്ലാം നിങ്ങൾ
മാറ്റിമറിച്ചു. അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു വ്യക്തിത്വം, നിങ്ങളുടെ ഒരു നല്ല ഒരു സ്വഭാവം കാരണം എന്തോ ഈ പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടും നിങ്ങൾ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ലൊരു കർമ്മ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതിരുന്നതും അവരുടെ ആ പേഴ്സ്പെക്റ്റീവ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയത്. ഓക്കെ, സോ പൈൽ 3 നിങ്ങളുടെ റീഡിംഗ് നോക്കുവാണെങ്കിൽ പൈൽ 1 ആൻഡ് പൈൽ 2 വെച്ച് നോക്കുമ്പോൾ നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് പൈൽ 3 കാണുന്നത്. ബിക്കോസ് ഈ ഒരു വ്യക്തി വെറും ഒരു ചൈൽഡിഷ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തി ജസ്റ്റ് എന്തോ ഒരു ദേഷ്യത്തിന് പുറത്തോ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ പുറത്തോ എടുത്തൊരു തീരുമാനമായിട്ടാണ് കാണുന്നത്. ബ്ലാക്ക് മാജിക്ക് ചെയ്യാമെന്ന് അവർ ചെയ്തിട്ടില്ല. നിങ്ങൾ അറിയാതെ തന്നെ അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ ചെയ്യണം എന്നൊരു ഇൻറ്റൻഷൻ നിങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. സോ എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാം, ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അത് എൻഡ് ചെയ്ത് ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ് ഇതെങ്കിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആവാതെ ഒരു സാധാ ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിൽ ഇത് പോകാം. ഓക്കെ, സോ ഈ ഒരു പൈൽ 3 നിങ്ങൾ റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ.